ഹായ് ഗൈസ്, വെൽക്കം ടു വീലേൺ. UPSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ 12ാമത്തെ വീഡിയോ ആണ്. നമ്മളിന്ന് ചെയ്യുന്നത് കെമിസ്ട്രിയാണ്. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ദ കെമിക്കൽ യൂസ്ഡ് ആസ് എ ഫിക്സർ ഇൻ ഫോട്ടോഗ്രഫീസ്. നമുക്കറിയാം, പണ്ട് കാലങ്ങളിൽ നമ്മൾ ഫിലിമൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഫോട്ടോഗ്രഫി നടത്തിയിരുന്നത്. അങ്ങനെ നമ്മൾ ഫോട്ടോഗ്രഫി നടത്തി കഴിഞ്ഞ് ഇതിൽ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ അവസാന ടൈമിൽ ഇതിൽ കുറേ സിൽവർ ഹാലൈഡുകൾ അൺഎക്സ്പോസ്ഡ് ആയിട്ട് കാണും. അങ്ങനെയുള്ള സിൽവർ ഹാലൈഡുകളെ നമുക്കിതിൽ നിന്ന് നീക്കേണ്ടത് അനിവാര്യമാണ്. ഇനി നമ്മളത് നീക്കിയില്ല എങ്കിൽ കാലാകാലങ്ങളിൽ ഇതിരുന്ന് ഒരു ഡാർക്ക് കളറാകുകയും ആ ഒരു പിക്ചർ എന്ന് പറയുന്നത് കുറേ ഫോഗി ആയിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അൺഎക്സ്പോസ്ഡ് ആയിട്ടുള്ള സിൽവർ ഹാലൈഡിനെ നമുക്ക് ഈ ഫിലിമിൽ നിന്നും ഈ പ്രോസസ്സിങ്ങിൻ്റെ അവസാന ടൈമിൽ മാറ്റേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള സിൽവർ ഹാലൈഡുകളെ നമ്മൾ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫിക്സർ ഏതാണ് എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യം. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സോഡിയം സൾഫേറ്റ് ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സോഡിയം തയോ സൾഫേറ്റ് ആണ്. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് അമോണിയം പെർ സൾഫേറ്റ് ആണ്. നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബോറക്സ് ആണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് സോഡിയം തയോ സൾഫേറ്റ് ആണ്. സോഡിയം തയോ സൾഫേറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അൺഎക്സ്പോസ്ഡ് ആയിട്ടുള്ള സിൽവർ ഹാലൈഡുകളെ ഈ ഫിലിമിൽ നിന്നും നീക്കം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫോട്ടോഗ്രാഫിക്ക് ഉപയോഗിക്കുന്ന ഫിക്സർ ഏതാണ്? സോഡിയം തയോ സൾഫേറ്റ് ആണ്. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് എലമെൻറ്റ് ഈസ് അലോയ്ഡ് വിത്ത് അയൺ ടു പ്രൊഡ്യൂസ് സ്റ്റീൽ വിച്ച് ക്യാൻ റെസിസ്റ്റ് ഹൈ ടെമ്പറേച്ചേഴ്സ് ആൻഡ് ഓൾസോ ഹാവ് ഹൈ ഹാർഡ്നെസ് ആൻഡ് അബ്രേഷൻ റെസിസ്റ്റൻസ്. ബേസിക്കലി നമുക്ക് സ്റ്റീൽ ഉണ്ടല്ലോ, നമ്മുടെ കയ്യിലുള്ള സ്റ്റീലിൻ്റെ അതിന് കുറച്ചും കൂടി ഹൈ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ്, അതായത് അതിനെ കുറച്ചുകൂടി താപനില താങ്ങാൻ പറ്റുന്ന, അതുപോലെ തന്നെ അബ്രേഷൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ എന്താണ് തേയ്മാനം കുറയ്ക്കാൻ സാധിക്കുന്ന, അതുപോലെ തന്നെ അതിൻ്റെ ഹാർഡ്നെസ് ഇൻക്രീസ് ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്ന എലമെൻ്റ് എന്തെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. ബേസിക്കലി നമുക്ക് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അയണിൻ്റെയും അതുപോലെ തന്നെ കാർബണിൻ്റെയും അലോയാണ് നമ്മുടെ സ്റ്റീൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ നോർമലി ക്രോമിയം ചേർക്കാറുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ക്രോമിയം സ്റ്റീൽ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റീലിൻ്റെ കൂടെ ക്രോമിയം ചേർക്കുന്നത്? നമ്മൾ ബേസിക്കലി 18% ക്രോമിയമാണ് ഇതിൻ്റെ കൂടെ ചേർക്കാറുള്ളത്. ക്രോമിയം ഇതിൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ സാധാരണയായിട്ട് സ്റ്റീലിൻ്റെ ടെമ്പറേച്ചർ താങ്ങുവാനുള്ള കപ്പാസിറ്റിയും അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് വരുന്ന തേയ്മാനമൊക്കെ കുറയ്ക്കുവാൻ വേണ്ടിയും അതുപോലെ തന്നെ ഇതിൻ്റെ ഹാർഡ്നെസ്സും ലോഡൊക്കെ താങ്ങാനുള്ള കപ്പാസിറ്റിയുമൊക്കെ ഈ ക്രോമിയം ചേർക്കുന്നതിലോടുകൂടി ഈ സ്റ്റീലിന് കൈവരും. അതിനുവേണ്ടിയാണ് നമ്മൾ ഇതിൻ്റെ കൂടെ ഈ സ്റ്റീലിൻ്റെ കൂടെ നമ്മൾ ക്രോമിയം ചേർക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി നമ്മുടെ ഓപ്ഷനിലേക്ക് പോകാം. സ്വാഭാവികമായിട്ടാണ് ഓപ്ഷനകത്ത് ബി ക്രോമിയം അവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഓപ്ഷനിലേക്ക് പോകാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് അലുമിനിയാണ്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ക്രോമിയമാണ്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് നിക്കലാണ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ടങ്സ്റ്റൺ ആണ്. സോ അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ക്രോമിയമാണ് നമ്മൾ സ്റ്റീലിൻ്റെ കൂടെ ചേർക്കാറുള്ളത്. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരം നിങ്ങൾ പലർക്കും അറിയാവുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദ മോസ്റ്റ് റിയാക്റ്റീവ് എമംഗ് ദ ഹാലജനീസ്. നമുക്കറിയാം ഹാലജൻസ് ഉണ്ട്. ആ ഹാലജൻസിൽ ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ള ഹാലജൻ ഏതെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യം. നമ്മുടെ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഫ്ലൂറിനാണ്. ഓപ്ഷൻ ബി ക്ലോറിനാണ്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ബ്രോമിനാണ്. ഓപ്ഷൻ ഡി അയഡിനാണ്. ഏതാണ് ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ള ഹാലജൻ? ഫ്ലൂറിനാണ്. ഫ്ലൂറിനാണ് മോസ്റ്റ് റിയാക്റ്റീവ് ആയിട്ടുള്ള ഹാലജൻ. ഇനി നമുക്ക് നമ്മുടെ നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ നാലാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കാനാണ്. അപ്പോൾ നമുക്ക് ലിസ്റ്റ് 1 തന്നിട്ടുണ്ട്, ലിസ്റ്റ് 2 തന്നിട്ടുണ്ട്. നമ്മുടെ ലിസ്റ്റ് 1 ആദ്യത്തത് ബ്ലൂ വിട്രിയോളാണ്. എന്താണ് ബ്ലൂ വിട്രിയോൾ എന്ന് പറയുന്നത്? ബ്ലൂ വിട്രിയോൾ എന്ന് പറയുന്നത് നമ്മുടെ കോപ്പർ സൾഫേറ്റിൻ്റെ ക്രിസ്റ്റലൈൻ ഹൈഡ്രോ സൊല്യൂഷനെയാണ് നമ്മൾ ബ്ലൂ വിട്രിയോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എ എന്ന് പറയുന്നത് രണ്ടാമത്തെ ലിസ്റ്റിലെ ഡി വരും. അതായത് എ എന്ന് പറയുന്നത് നാലാമത്തെയാണ്. രണ്ടാമത്തെയാണ് എപ്സം സാൾട്ട്. എന്താണ് എപ്സം സാൾട്ട് എന്ന് പറയുന്നത്? നമ്മുടെ നാച്ചുറലി നമ്മുടെ പ്രകൃതിദത്തമായിട്ട് ഒക്കർ ചെയ്യുന്ന മാഗ്നീഷ്യം സൾഫേറ്റിനെയാണ് നമ്മൾ എപ്സം സാൾട്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഓപ്ഷൻ ബി എന്താകും? ബി എന്ന് പറയുന്നത് ലിസ്റ്റ് 2 മൂന്നാമത്തതാകും. പിന്നെ ഉള്ളത് ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ് ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത്? സോഡിയം ബൈകാർബണേറ്റിനെയാണ് നമ്മൾ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത്. ദെൻ ലിസ്റ്റ് 1 ഫോർത്ത് വൺ കോസ്റ്റിക് സോഡ. എന്താണ് കോസ്റ്റിക് സോഡ എന്ന് പറയുന്നത്? സോഡിയം ഹൈഡ്രോക്സൈഡിനെയാണ് നമ്മൾ കോസ്റ്റിക് സോഡ എന്ന് പറയുന്നത്. സോ അപ്പോൾ നമ്മുടെ ഉത്തരം എന്തായിട്ട് വരും? നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് നമ്മൾ ഉത്തരമെന്ന് പറയുന്നത്. ആക്ച്വലി ഈ ഒരു മാച്ച് ദ ഫോളോവിങ് അത്യാവശ്യം എളുപ്പമായിട്ടുള്ള ഒന്നാണ്. വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തുവാൻ സാധിക്കുന്ന
ഒന്നാണിത്. ഇനി നമുക്ക് നമ്മുടെ 5ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ 5ാമത്തെ ചോദ്യം ഇതാണ്: വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മെറ്റൽസ് ഡസ് നോട്ട് ഫോം അമാൽഗം? നമുക്ക് കുറച്ച് മെറ്റൽസ് തന്നിട്ടുണ്ട്. അതിലേതാണ് അമാൽഗം ഫോം ചെയ്യാൻ സാധിക്കാത്ത എലമെൻ്റ് എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. ബേസിക്കലി എന്താണ് അമാൽഗം എന്ന് പറയുന്നത്? നമ്മുടെ മെർക്കുറിയും അതിൻ്റെ കൂടെ വേറെ ഏതെങ്കിലും ഒരു എലമെൻറ്റും കൂടി ചേരുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന അലോയിനെയാണ് നമ്മൾ അമാൽഗം എന്ന് വിളിക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് നിങ്ങൾ പോകുന്നതിന് മുമ്പ് നമുക്ക് ഏതൊക്കെയാണ് തന്നിട്ടുള്ള 4 ഓപ്ഷൻ എന്ന് പറയുന്നത്: സിങ്ക് ഉണ്ട്, കോപ്പർ ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, അതുപോലെ തന്നെ അയൺ ഉണ്ട്. നമ്മുടെ ഈ മെർക്കുറി ഉണ്ടല്ലോ, മെർക്കുറി സാധാരണയായിട്ട് സ്റ്റോർ ചെയ്യാറുള്ളത് അല്ലെങ്കിൽ മെർക്കുറി സൂക്ഷിക്കാറുള്ളത് അയൺ കണ്ടെയ്നേഴ്സിലാണ്. എന്തുകൊണ്ടാണ് അയൺ കണ്ടെയ്നേഴ്സിൽ നമ്മുടെ മെർക്കുറി സൂക്ഷിക്കുന്നത്? ബിക്കോസ് നമ്മുടെ അയണുമായിട്ട് മെർക്കുറി റിയാക്ട് ചെയ്തുകൊണ്ട് ഒരു അമാൽഗം ഫോം ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ മെർക്കുറിനെ അയൺ കണ്ടെയ്നേഴ്സിൽ നമ്മൾ സൂക്ഷിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരം എന്ത് വരും? നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത് അയൺ ആണ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ കൂടെ നിങ്ങൾ മറ്റൊരു ചോദ്യത്തിൻ്റെ ഉത്തരം കൂടി നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. മെർക്കുറി എന്ത് കണ്ടെയ്നേഴ്സിലാണ് സൂക്ഷിക്കുക എന്ന് ചോദിക്കുന്ന സമയത്ത് മെർക്കുറി അയൺ കണ്ടെയ്നേഴ്സിലാണ് സ്റ്റോർ ചെയ്യുക എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം കൂടി നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മുടെ എല്ലാ ദിവസവും 5 ക്വസ്റ്റ്യൻസാണ് നമ്മൾ എടുക്കാറുള്ളത്. ബിക്കോസ് അതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടി വരുന്നുള്ളത് കൊണ്ടാണ് നമ്മൾ 5 ക്വസ്റ്റ്യനിലേക്ക് ചുരുക്കുന്നത്. ബിക്കോസ് എക്സ്പ്ലനേഷൻ വരുന്ന സമയത്ത് അതിനകത്ത് എക്സ്പ്ലനേഷനിൽ തന്നെ മിക്കവാറും പല ചോദ്യങ്ങളും ഡെറൈവ് ചെയ്ത് വരാറുണ്ട്. എന്നെ പണ്ട് പഠിപ്പിച്ചൊരു അധ്യാപകൻ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നിങ്ങൾക്കൊരു ചോദ്യത്തിൽ 4 ഓപ്ഷൻ കാണും. നിങ്ങൾ പലപ്പോഴും ആ 4 ഓപ്ഷനിൽ ചോദ്യം വായിക്കും, അതിൻ്റെ ഉത്തരത്തിലേക്ക് നിങ്ങൾ പോകും. അതുകൊണ്ട് നിങ്ങൾ ആ ചോദ്യം റീഡ് ചെയ്യുന്നത് അവസാനിപ്പിക്കും. പക്ഷേ എന്നാൽ അങ്ങനെ നിങ്ങൾ ചെയ്യൽ, നിങ്ങൾക്ക് അതിൽ തെറ്റായിട്ട് വന്നിട്ടുള്ള 3 ഓപ്ഷനുകൾ കാണും. ആ തെറ്റായിട്ട് വന്നിട്ടുള്ള 3 ഓപ്ഷനുകൾ അത് മിക്കവാറും മറ്റ് 3 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ അറിയുന്നതോടു കൂടി മാത്രമേ നിങ്ങൾ ആ ചോദ്യം കംപ്ലീറ്റ് ആകുകയുള്ളൂ എന്ന് എന്നെ പണ്ട് പഠിപ്പിച്ചൊരു അധ്യാപകൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അതുകൊണ്ടാണ് എല്ലാ ക്വസ്റ്റ്യൻസ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ മാക്സിമം എക്സ്പ്ലനേഷൻ കൂടി ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഓക്കെ, ഞാൻ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. അതിനു മുമ്പ് നമ്മുടെ വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യണമെന്നും കമൻറ്റ് ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണമെന്നും അതുപോലെ തന്നെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണമെന്നും എന്നെ അത് അറിയിക്കണമെന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.